ആദ്യമായിട്ട് മത്സരിച്ച മുഹമ്മദ് റിയാസ് ഇത്തവണ മന്ത്രിസഭയിൽ മന്ത്രിയായി. വർഷങ്ങളായി CPM-ന് വേണ്ടി മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന AM ഷംസീറോ, കായംകുളത്തെ പ്രതിഭയോ ഇതുവരെ മന്ത്രിസ്ഥാനത്ത് എത്തിയിട്ടില്ല. ആ സ്ഥാനത്താണ് ഇന്നലെ വന്ന റിയാസ് ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച് മന്ത്രിയായത്. എന്താണ് ഇത് നമ്മോട് പറയുന്നത്? ഒന്നും വേണ്ട. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിണറായിസവും മരുമോനിസവും വർക്കാവുന്നത്. 106 മുതൽ 135 വരെയുള്ള ബൂത്തുകൾ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലാണ്. ഇവിടെയായിരിക്കും UDF-ന്റെ തകർപ്പൻ തിരിച്ചുവരവുണ്ടാകുക. ഏകദേശം നമ്മളെ കണക്കുകൂട്ടൽ ഏകദേശം 3000 വോട്ടെങ്കിലും രാമനാട്ടുകര മുനിസിപ്പാലിറ്റിനെ കേന്ദ്രീകരിച്ച് UDF നേടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം രാമനാട്ടുകര മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു UDF-ന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ മുതൽ അൻവർ ട്രാക്കിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂര്. ബേപ്പൂരിന്റെ മറ്റൊരു പ്രത്യേകത, നിലവിലെ മന്ത്രിയായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മുഹമ്മദ് റിയാസ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, ടൂറിസം മന്ത്രിയാണ്, PWD മിനിസ്റ്ററാണ്, അതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മരുമകനുമാണ്. അതുകൊണ്ട് തന്നെ ബേപ്പൂര് മണ്ഡലത്തിന് വലിയ രീതിയിലുള്ള ഒരു എലൈറ്റ് സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റിയാസിനെതിരെ മത്സരിക്കുന്നത് PV അൻവർ എന്ന UDF-ന്റെ ശക്തനായ പോരാളിയാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റ് കോട്ട അല്ലെങ്കിൽ പാർട്ടി കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ബേപ്പൂര് മണ്ഡലം ഇപ്രാവശ്യം മാറി ചിന്തിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. വലിയ രീതിയിലുള്ള പോളിംഗ് സംസ്ഥാനത്തുടനീളം ഉണ്ടായ പോലെ ബേപ്പൂരിലും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പോളിംഗ് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബേപ്പൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, മുഹമ്മദ് റിയാസ് മാത്രമല്ല, CPM-ന്റെ പാർട്ടി തലത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രശസ്തനായ ഇളമരം കരീം, അതുപോലെ തന്നെ TK ഹംസ, VKC മുഹമ്മദ് കോയ എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ള അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെയുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, അദ്ദേഹം ആരാന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അവിടെ MLA നിരവധി തവണ മത്സരിച്ച ഒരാളാണ്. ആ സീറ്റിലാണ് മുഹമ്മദ് റിയാസ് എന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ മത്സരിക്കുന്നത്. എതിരായി വരുന്നത് ഏത് ഉരുക്കുകോട്ടയും തകർത്ത് തരിപ്പണമാക്കാൻ കെൽപ്പുള്ള PV അൻവർ എന്ന ശക്തനായ പോരാളി. എന്താണ് ബേപ്പൂരിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ബേപ്പൂരിൽ UDF-ന്റെ PV അൻവർ എന്ന ശക്തനായ പോരാളി ജയിച്ചു കയറുന്നത്? വോട്ട് നില എങ്ങനെയായിരുന്നു? എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ബേപ്പൂർ മണ്ഡലം UDF-ന് അനുകൂലമാകുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, UDF സ്ഥാനാർത്ഥിയായ PV അൻവറിന് വിജയസാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി BJP-യുടെയും CPM-ന്റെയും വോട്ടുകൾ PV അൻവറിന് സമാഹരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഒരു LDF സ്ഥാനാർത്ഥിയായ CPIM-ന്റെ സ്ഥാനാർത്ഥിയായ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ കണ്ടംപററി പൊളിറ്റിക്സിൽ CPM-ന്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ പൊതുവെ യൂത്തായ റിയാസിന് വോട്ട് ചെയ്യാതെ എങ്ങനെയാണ് ആളുകൾ PV അൻവറിന് വോട്ട് ചെയ്യുക എന്ന് സ്വാഭാവികമായിട്ടും ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അവിടെയാണ് PV അൻവർ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം വരുന്നത്, മരുമോനിസം, പിണറായിസം. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനായ റിയാസും അദ്ദേഹത്തിന്റെ കുടുംബ വാഴ്ചയാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉൾപ്പെടെ കേരളത്തിലെ സംവിധാനത്തിൽ പോലും പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു പൊതുവികാരം CPM-ൽ പോലും ഉണ്ട്. അവിടെയാണ് അൻവർ വോട്ട് കൺസോൾട്ട് ചെയ്യുക എന്നാണ് വിലയിരുത്തുന്നത്. വ്യക്തിപരമായിട്ട് ഈ മണ്ഡലവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ചില CPM-കാരൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ പിണറായിസത്തിന് വഴിപെടാൻ പറ്റില്ല, ഇത്തവണ വോട്ട് അൻവറിനാണെന്ന് വ്യക്തിപരമായിട്ട് ചില ആളുകൾ നമ്മളും ആ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും. CPM വോട്ട് അൻവറിലേക്ക് കൺസോൾട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് വെറുതെ പറയുന്നല്ല, നമുക്കെല്ലാം അറിയാം. മുമ്പ് PV അൻവർ എന്ന ശക്തനായ പോരാളി CPM-ന്റെ ഭാഗമായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം തന്നെ CPM-കാർ പോലും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടി വിടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ പ്രധാനമായിട്ടും മലപ്പുറം ജില്ലയിലെ യുവാക്കളെ അന്യായമായിട്ട് കേസിൽ കുടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, മറ്റു ചില വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടാണോ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറിയത്. ഇത്തരം വിഷയങ്ങളൊക്കെ, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള മലപ്പുറം ജില്ലയിലെ യുവാക്കളെ അനാവശ്യമായിട്ട് കേസിൽ കൊടുക്കുന്നു എന്ന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മലപ്പുറം ജില്ലയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പെട്ടെന്ന് റിലേറ്റ് ആവുന്ന ഒരു വിഷയമാണ്. അതും ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് അനുകൂല ഘടകമായി മാറുമെന്നുള്ളതാണ് ഒരു വാസ്തവം. മാത്രമല്ല, അൻവർ മുൻകാലങ്ങളിൽ CPM-ന്റെ സന്തത സഹചാരി ആയതുകൊണ്ട് തന്നെ CPM-ലെ സഖാക്കൾക്ക് മിക്കവർക്കും അൻവറുമായി ചെറിയ രീതിയിൽ ബന്ധമൊക്കെ ഉണ്ട്. അതും ഇവിടെ പ്രവർത്തിക്കും. മറ്റൊന്ന്, BJP-യിലെ വോട്ട് അൻവറിന് കൺസോൾഡ് ആവുമെന്നാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് ബേപ്പൂർ.
അവിടെ അൻവറിലേക്ക് എങ്ങനെ BJP വോട്ട് വരിക എന്ന് വെച്ചാൽ അവിടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഹൈലൈറ്റ് ആയ ഒരു വിഷയമാവുന്നത്. സ്വാഭാവികമായിട്ടും വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും CPM ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെ പുറത്തും ഈ BJP വോട്ടുകൾ സ്വാഭാവികമായിട്ടും കൺസോൾട്ട് ചെയ്യപ്പെടുക PV അൻവറിലേക്കായിരിക്കും. PV അൻവർ ബേപ്പൂർ പാർട്ടി കോട്ട തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഏറ്റവും ആദ്യത്തെ ഉദാഹരണം, ഏറ്റവും ആദ്യത്തെ സാധ്യത ഇത് തന്നെയാണ്. മറ്റൊരു കാരണം വരുന്നത് പരമ്പരാഗതമായി കാന്തപുരം AP വിഭാഗം സുന്നികളുടെ വോട്ട് കിട്ടിപ്പോകുന്നത് LDF-നാണ്. പക്ഷെ ബേപ്പൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തവണ അൻവറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സ്ട്രോങ് പാർട്ടിയല്ല ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അവരുടെ ഒരു അനുകൂല നിലപാടും PV അൻവറിന് അനുകൂലമാണ്. അതും ഈ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിന്റെ വിധി നിർണയിക്കുന്ന നിർണായക ഘടകങ്ങളിൽ ഒന്ന് തന്നെയായി മാറും. മൂന്നാമത്തെ കാരണം SIR-ന്റെ ഭാഗമായിട്ട് UDF-ന്റെ കിട്ടിപ്പോരുന്ന എല്ലാ വോട്ടുകളും വോട്ടർ പട്ടികയിൽ ചേർത്തു എന്ന് ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. സാധാരണഗതിയിൽ വോട്ട് ചേർക്കുക എന്ന പ്രക്രിയയിൽ UDF വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. പക്ഷെ ഇത്തവണ അതവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ വോട്ടുകളെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും UDF-ന് ബേപ്പൂർ മണ്ഡലത്തിൽ അതൊരു അനുകൂലമായി വരുമെന്നുള്ളതാണ് വിലയിരുത്തൽ വരുന്നത്. നാലാമത്തെ കാരണം കേരളത്തിലുടനീളമുള്ള ആ കാരണം തന്നെയാണ് ഭരണവിരുദ്ധ വികാരം. മാത്രമല്ല മുഹമ്മദ് റിയാസ് പാർട്ടിയിൽ അന്യായമായിട്ടുള്ള കൈകടത്തലുകൾ നടത്തുന്നു എന്നുള്ള ഒരു വികാരം ബേപ്പൂരിലെ CPM-കാർക്ക് എന്തായാലും ഉണ്ട്. അതും അൻവറിന് അനുകൂല ഘടകമായി മാറുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ആദ്യമായിട്ട് മത്സരിച്ച മുഹമ്മദ് റിയാസ് ഇത്തവണ മന്ത്രിസഭയിൽ മന്ത്രിയായി. വർഷങ്ങളായി CPM-ന് വേണ്ടി മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന AM ഷംസീറോ കായംകുളത്തെ പ്രതിഭയോ ഇതുവരെ മന്ത്രിസ്ഥാനത്ത് എത്തിയിട്ടില്ല. ആ സ്ഥാനത്താണ് ഇന്നലെ വന്ന റിയാസ് ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച് മന്ത്രിയായത്. എന്താണ് ഇത് നമ്മോട് പറയുന്നത്? ഒന്നും വേണ്ട. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിണറായിസവും മരുമോണിസവും വർക്കാവുന്നത്. ഇതിൽ കടുത്ത അമർഷം പാർട്ടിക്കും പാർട്ടി അണികൾക്കുമുണ്ട്. അവര് ഈ ഘട്ടത്തിൽ അൻവറിനെ അനുകൂലമായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ. അതും അൻവറിലേക്ക് കൺസോൾട്ട് ചെയ്യപ്പെടും. അഞ്ചാമത്തെ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വലിയൊരു മുന്നേറ്റം. അത് സ്വാഭാവികമായിട്ടും ബേപ്പൂരിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ആറാമത്തെ കാരണം മുൻ ബേപ്പൂർ MLA മേയർ സ്ഥാനത്ത് നിന്ന് പിൻവലിച്ച് മന്ത്രിയാക്കാം എന്നുള്ളൊരു വാഗ്ദാനം CPM നൽകിയിരുന്നു. എന്നാൽ അവരത് ചെയ്തില്ല. അതിന്റെ പരിഹാരമായിട്ട് അവർ പറഞ്ഞത് അടുത്ത തവണ ബേപ്പൂർ മണ്ഡലം താങ്കളുടെ മകന് നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതിന് പരിഹാരം കാണും എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ടും മുൻ മേയർ വളരെ സന്തോഷവാനായി. തനിക്ക് കിട്ടിയില്ലെങ്കിലും തന്റെ മകനെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ അദ്ദേഹം ആശ്വസിച്ചു. പക്ഷെ പിറ്റേ വർഷമായപ്പോൾ അവിടെയാണ് മുഹമ്മദ് റിയാസിനെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥിന്റെ ഓരോ പ്രചരണത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഇപ്പറഞ്ഞ MLA-യുടെ മകൻ ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അങ്ങനെ നടക്കുന്നത് അത് ഒരു തരത്തിൽ സുഖിപ്പിക്കലാണ്, കൊണ്ട് നടക്കലാണ്. അത് റിയാസ് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ അനുകൂല ഘടകമാകും എന്ന് റിയാസ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. റിയാസിനെ അത് ഉൾട്ട പോലെ തിരിച്ചെടുക്കാൻ നിൽക്കുന്ന കാര്യമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഏഴാമത്തെ കാരണം മുൻപെങ്ങും ഇല്ലാത്ത വിധം UDF-നകത്ത് വലിയ രീതിയിലുള്ള ഒരു ഐക്യം വന്നിട്ടുണ്ട്. അത് എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഗ്രൂപ്പിസം മറന്നുകൊണ്ട്, പാർട്ടി മറന്നുകൊണ്ട് UDF എന്നൊരു പോയിന്റിലേക്ക് എല്ലാവരും ഒന്നിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ച നമ്മൾ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ എല്ലാ ഗുണങ്ങളും PV അൻവർ എന്ന UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. മറ്റൊരു കാരണം എന്ന് പറയുന്നത് എന്തായാലും പാർലമെന്റ് ഇലക്ഷനെ പോലെ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം PV അൻവറിന് വന്നാൽ പോലും ഒട്ടും അതിശയിക്കേണ്ട ഒരു കാര്യവുമില്ല. അത്രയേറെ ബേപ്പൂരുകാരുടെ മനസ്സിൽ PV അൻവർ പതിഞ്ഞു കഴിഞ്ഞു. മരുമോണിസത്തെയും പിണറായിസത്തെയും ബേപ്പൂരിന്റെ മണ്ണിൽ നിന്ന് തൂക്കി എറിയുമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. മെയ് 4-ാം തീയതി വരെ കാത്തിരിക്കാം. 4-ാം തീയതിയോടുകൂടി പിണറായിസത്തിനും മരുമോണിസത്തിനും അന്ത്യം സംഭവിക്കുകയാണ്. ഇനി ബൂത്ത് തലത്തിൽ ചില പരിശോധനകളൊക്കെ നടത്തിയാൽ PV അൻവർ വിജയിക്കും എന്നുള്ളതിന് നമുക്ക് മറ്റു ചില കാരണങ്ങളിലേക്ക് കാണാം. ആകെ 215 ബൂത്തുകളാണ് ബേപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ബേപ്പൂർ മേഖലയിൽ 1 മുതൽ 58 വരെയുള്ള ബൂത്തുകൾ ബേപ്പൂർ മേഖലയിലായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വിലയിരുത്തലിൽ ഈ മേഖലയിൽ ഇടതുപക്ഷം 3000 വോട്ടെങ്കിലും നേടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 59 മുതൽ 105 വരെയുള്ള ബൂത്തുകൾ ചെറുവണ്ണൂർ മേഖലയിലാണ്. ഈ മേഖലയിൽ ഒരു പക്ഷേ 500 വോട്ടോ 600 വോട്ടോ മാത്രം LDF മേൽക്കൈ നേടിയാൽ ഭാഗ്യമെന്ന് പറയാം. അതൊരു പക്ഷേ UDF ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ നിർണായകമായ ഒരു മേഖലയാണ് ചെറുവണ്ണൂർ മേഖല എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് അവിടെ പവറില്ല. അവിടെ എല്ലാവരും സമന്മാരാണ്. 106 മുതൽ 135 വരെയുള്ള ബൂത്തുകൾ
രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലാണ്. ഇവിടെയായിരിക്കും UDFന്റെ തകർപ്പൻ തിരിച്ചുവരവുണ്ടാകുക. ഏകദേശം നമ്മളെ കണക്കുകൂട്ടൽ ഏകദേശം 3000 വോട്ടെങ്കിലും രാമനാട്ടുകര മുനിസിപ്പാലിറ്റിനെ കേന്ദ്രീകരിച്ച് UDF നേടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം രാമനാട്ടുകര മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു UDFന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ മുതൽ അൻവർ ട്രാക്കിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ 136 മുതൽ 182 വരെ ഫറോക്ക് മുനിസിപ്പാലിറ്റിയാണ് UDFന്റെ മറ്റൊരു ശക്തി കേന്ദ്രം. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 3000 ഭൂരിപക്ഷമെങ്കിൽ അതേ ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് ഫറോക്ക് മുനിസിപ്പാലിറ്റിയിൽ എത്തുമ്പോഴും ഉണ്ടാകുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ കാരണം ഫറോക്കും UDFന് ശക്തമായിട്ടുള്ള പിൻബലമുള്ള, മുസ്ലിം ലീഗിനും കോൺഗ്രസും ശക്തമായിട്ടുള്ള വേരുകളുള്ള ഒരു മണ്ണാണ് ഫറോക്ക്. 133 മുതൽ പിന്നീട് ബാക്കിയുള്ള ബൂത്തുകൾ വരുന്നത് കടലുണ്ടി പഞ്ചായത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഒരു മേഖല തന്നെയാണ് കടലുണ്ടി. പക്ഷെ ഒരിക്കലും രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ നിന്നും ചെറുവണ്ണൂരിൽ നിന്നും ഫറോക്കിൽ നിന്നും UDF വലിയ ലീഡ് എടുക്കുമ്പോൾ ആ ലീഡിനെ മറികടക്കാൻ മാത്രമുള്ള ഒരു ശക്തി കടലുണ്ടി പഞ്ചായത്ത് മേഖലയിൽ LDFന് ഇല്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ്. LDFന് അവിടെ വലിയ സ്വാധീനമുണ്ട്. പക്ഷെ രാമനാട്ടുകരയിലും ഫറോക്കിലും ചെറുവണ്ണൂരിലും ഉണ്ടാക്കിയ UDFന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം അതിനെ ചെറുക്കാൻ കടലുണ്ടി പഞ്ചായത്തിലെ LDFന്റെ മുന്നേറ്റത്തിന് സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചിത്രം വ്യക്തമാണ്. ഏതാണ്ട് 3000-നും 4000-നും ഇടക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ PV അൻവർ ബേപ്പൂർ എന്ന ചെങ്കോട്ട പൊളിച്ചടുക്കി ബേപ്പൂരിന്റെ ഏറ്റവും പുതിയ MLA ആകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അൻവർ പറഞ്ഞ പോലെ തന്നെ പിണറായിസത്തെയും മരുമോനസത്തെയും ഈ നാട്ടിൽ നിന്ന്, ബേപ്പൂരിൽ നിന്ന് ബേപ്പൂരുകാർ തുടച്ചു നീക്കി വൃത്തിയാക്കും. അഹങ്കാരത്തിന്റെ രാഷ്ട്രീയവും സ്വജനപക്ഷപാതത്തിന്റെ രാഷ്ട്രീയവും ബേപ്പൂരിന്റെ മണ്ണിൽ ഇതാ അവസാനിക്കാൻ പോകുന്നു. ഓട്ടകൊത്തളങ്ങൾ പൊളിച്ചടുക്കി മാത്രം ശീലമുള്ള PV അൻവർ ഇതാ വരുന്നു ബേപ്പൂരിലേക്ക് പുതിയ MLA ആയിക്കൊണ്ട്. CPMന്റെ ചെങ്കോട്ട മരുമോൻ കാരണോ അമ്മായിയപ്പൻ കാരണോ അവർക്കിതാ നഷ്ടപ്പെടാൻ പോകുന്നു. നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷ.